മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ കാപ്പി കുടിക്കാൻ പോണേ. കാപ്പിക്ക് എന്തൊക്കെയാണെന്ന് നോക്കാതെ. ഇടിയപ്പം കണ്ടോ, ഇടിയപ്പം ഉണ്ട്. ഇതെന്തൊക്കെ അറിയാമെന്ന് മനസ്സിലായോ ഫ്രണ്ട്സ്? നോക്കിക്കേ, മനസ്സിലായി കാണും അല്ലേ? മനസ്സിലായോ? ഇതാണ് സോയാബീനാണ്. സോയാബീൻ കറി വെച്ചു. എന്താ വെച്ചാൽ ഇടിയപ്പത്തിന് ചാറ് വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ചാറാക്കി എടുത്തേ. പിന്നെ കാണിക്കാമേ. ഇതാണ്ട് പൊടിയെ എഴുതാച്ച് ഫോണിൽ കളിച്ചിട്ട്. പിന്നെ ഇതുണ്ട. അതായത് ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് നമ്മൾ ബാക്കി ഇച്ചിരി പൊടി ആദ്യം വന്നു, അപ്പോൾ അത് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ഉണ്ടകളാക്കി പിടിച്ചു. അതുകൊണ്ട് പിന്നെ ഇത് വേറൊരു കറിയും കൂടി ഇരിക്കുന്നു കണ്ടോ. ഇത് മുളക് സമ്മന്തി. അതായത് നമ്മൾ സബോളയൊക്കെ അരിഞ്ഞിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇളക്കി. പിന്നെ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് ഞാൻ കാണിക്കാതെ. ആദ്യം നമ്മൾ ഇച്ചിരി ഇടിയപ്പം എടുത്തിട്ട് ഈ സോയാബീൻ്റെ ചാറയിലും ഒക്കെ മുക്കി ഒരു സോയാബീനൊക്കെ എടുത്ത് ആ മുളക് സമ്മന്തിയിൽ നിന്ന് ഇച്ചിരി എടുത്ത് നല്ലതാണ്. അത് കാപ്പിയുണ്ട് ഇന്നലെ കമ്മിന്. പൊടിമാൻ അവൾ ഇച്ചിരി കഴിച്ചിട്ടാണ് അവിടെ വന്നു. അതപ്പോഴാണിന്ന് പടത്തമില്ലാത്ത പറഞ്ഞാൽ എഴുന്നേച്ചില്ല. ഒത്തിരി നേരം വിളിച്ചു. അപ്പം എഴുന്നേക്കുന്നത്. അപ്പം എന്നോടൊന്ന് അമ്മ കഴിച്ചു, അമ്മ വീഡിയോ വിളിക്കുന്നില്ല, അപ്പോൾ കഴിച്ച് കാണിക്കാം. കഴിച്ചു, ഞാൻ എഴുന്നേച്ചിട്ട് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് കിടക്കുക. അപ്പം നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ, ഷെയറും ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് അറിയിക്കണേ. നല്ല ടേസ്റ്റാണ്. ഇത് പ്രത്യേകിച്ച് ഇത് ഇന്നലെ ഇട്ടമുളക് കേട്ടോ. ഇന്നലെ വിനാഗിരിയൊക്കെ ഒഴിച്ചു. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ചാലിച്ചെടുത്തപ്പം ഇന്നത്തേക്കാകുമ്പം അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടെ കിട്ടും കേട്ടോ. ഞാൻ മിക്കപ്പോഴും ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. എന്നാ കറി ഉണ്ടെങ്കിലും എനിക്ക് ഒരു ശകലം മുളകൊക്കെ ഇങ്ങനെ ഇതിട്ടാൽ സവോളയൊക്കെ അരിഞ്ഞ് ചാലിച്ചില്ല എനിക്ക് പറ്റത്തില്ല. നേരത്തെ അച്ചാറിനാണ് പ്രിയം, ഇപ്പം അച്ചാറിനൊന്നും ഇഷ്ടമല്ല, ഇതൊക്കെ ഇഷ്ടം. അപ്പം അടുത്ത വീഡിയോ പിന്നെ കാണാം. ബൈ.